ഒരു ആവറേജ് മൂവിയാണ്. മഹാസംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ബോറടിപ്പിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുൻപാണെങ്കിലും ഇവരായിട്ട് ഭയങ്കര ഹൈപ്പ് പരിപാടികളൊന്നും കൊടുത്തിട്ടില്ല. ഒരു കണക്കിന് അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈപ്പൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനൊക്കെ വെച്ച് പോയിട്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല നിരാശ വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ ഹൈപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു മൂഡിലങ്ങ് കണ്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. എന്നിട്ട് പ്രേക്ഷകർ പറയട്ടെ, അല്ലെങ്കിൽ തീരുമാനിക്കട്ടെ അവർക്ക് ഓക്കെ ആണോ അല്ലേ എന്ന്. എനിക്കെന്തായാലും ഈ സിനിമ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നാൽ കൂടി നമുക്ക് കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. തമിഴിലൊക്കെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്രാഫ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് മലയാളം മൂവി മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. അറിയാലോ, ടർബോ, റോഷാക്ക്, നൻപകൽ മയക്കം നേരത്ത്, കാതൽ പോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ ജോണറിലുള്ള സിനിമകൾ ഡയറക്ട് ചെയ്തെടുത്തിട്ടുള്ള മമ്മൂട്ടി കമ്പനി അവർ നിർമ്മിക്കുന്ന പുതിയ സിനിമയാണ്. ഇതും വേറൊരു ജോണറിലുള്ള സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനി കൊണ്ടുവരുന്നു, മമ്മൂക്ക അഭിനയിക്കുന്നു. സോ ഗൗതം വാസുദേവ് മേനോൻ, മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, ഈ ഒരു കോംബോ ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് കാണാൻ പോയത്. അപ്പം ആവറേജ്, ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അതവിടെ കിടപ്പുണ്ട്. എന്നാലും കൂടി ഭയങ്കര മോശമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടിരിക്കാൻ കൊള്ളാവുന്ന സിനിമ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡൊമിനിക്കുമായി ബന്ധപ്പെട്ട് ഒരു ലേഡിയുടെ പേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കഥ തന്നെയാണ്. അപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ്, ഡിറ്റക്റ്റീവ് മൂവിയാണ്. അപ്പം മലയാളത്തിലെ ഡിറ്റക്റ്റീവ് മൂവിയൊക്കെ വളരെ കുറച്ചാണ് വരുന്നത്. പക്ഷെ പതിവ് ഡിറ്റക്റ്റീവ് മൂവികളെ പോലെ ഇതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നല്ല കഥ പറയുന്നത്. വളരെ തമാശയിലൂടെ തന്നെയാണ് പോണത്. വളരെ സിറ്റുവേഷണൽ ആയിട്ടുള്ള കോമഡികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള കോമഡികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മമ്മൂക്ക ചെയ്യുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന കുറച്ചൊക്കെ ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരു ഒരു ഡിറ്റക്റ്റീവ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് ചെറിയ ചെറിയ കേസുകളൊക്കെയാണുള്ളത്. ഇദ്ദേഹം ഈ വിവാഹാലോചനകൾ, അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കേസ് അന്വേഷണമൊക്കെ വെച്ച് അതുകൊണ്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരു പേഴ്സ് എത്തുകയാണ്. ഒരു സ്ത്രീയുടെ പേഴ്സാണ്. ആ പേഴ്സിന്റെ ഉടമസ്ഥയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇയാൾക്കുള്ള ടാസ്ക്. അങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലേഡി ആരാണോ അവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇയാൾ പോകുന്നത്. പക്ഷെ പോകുമ്പോഴാണ് അറിയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള സംഭവം എന്നല്ല. ഇതിന് പിറകെ വേറെ കുറെ സംഭവങ്ങൾ കിടപ്പുണ്ട്, കൊലപാതകം കിടപ്പുണ്ട്, അങ്ങനെ കിടപ്പുണ്ട് എന്നൊക്കെ അറിഞ്ഞ് പിന്നീട് അതിന് പുറകെ പോകുന്നതും കേസ് അന്വേഷിക്കുന്നതും തെളിയിക്കുന്നതൊക്കെയാണ് കഥ. ഈ ഒരു സംഭവം പറയുന്ന സമയത്താണെങ്കിലും ഈ സിനിമ കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് ഈ ഒരു പേഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മിഷ്കിന്റെ തുപ്പരിവാളം എന്ന് പറയുന്ന സിനിമയാണ്. തുപ്പരിവാളം കണ്ടവർക്കൊക്കെ അറിയാലോ. അതിനകത്തും ഇതുപോലെയാണ്. ചെറിയൊരു കേസ് നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ചെറുതാന്ന് തോന്നും, കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു കേസിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങ് പോയി 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 വലിയ വലിയ കേസിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ അതിന് സമാനമായിട്ട് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. സോ ആ ഒരു സാദൃശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുപ്പരിവാളനിൽ വരുന്ന എന്താണ്, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് പറയണം അവന്റെ പോമറേനിയൻ ഡോഗ്, നായ, അത് ചത്തുപോയി. അപ്പൊ അതിനെ കൊന്നത് ആരാണോ അവരെ കണ്ടെത്തണമെന്നാണ് കുട്ടി കൊടുക്കുന്ന ആ ഒരു ജോലി. 889 രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി അന്വേഷിക്കാൻ പോകുന്ന കേസിന്റെ ആ ഒരു പിൻപറ്റിയാണ് പിന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഇവർ എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും സംഭവിക്കുന്നത്. സോ ഇവര് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മിഷ്കിന്റെ തുപ്പരിവാളം സിനിമയായിട്ട് ഒരുപാട് സാമ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പശ്ചാത്തലമാണ്, സിറ്റുവേഷൻ ഒക്കെയാണ്, അത് വേറെ കാര്യം. ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ ഡൊമിനിക് ഏതെങ്കിലും സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഡിറ്റക്റ്റീവ് മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും, മുൻകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കും ഈ കൊന്നത് ഇന്ന ആളാണെന്ന്. വളരെ കൂളായിട്ട് പറയും, അത് ഈസി ഇല്ല കണ്ടെത്താനെന്നൊക്കെ പറയും. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്തും അതാണ് ഫീൽ ചെയ്തത്. കാരണം ഡൊമിനിക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിലെ പ്രതി ആരാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന ആളാണെന്നും ഇന്നതാണെന്നും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇതേ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ നല്ല ഒന്നാന്തരമായിട്ടൊരു ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ത്രില്ലർ നോവലാണ്. ലാജോ ജോസിന്റെ ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്ന നോവലാണ്. ആ നോവൽ വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ആ നോവലിനകത്ത് പറയുന്ന സംഭവം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ആ നോവലിനകത്ത് ഇതുപോലെ തന്നെയുള്ളൊരു വിഷയം അതിലും ഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ സാധനം തന്നെ ഇതിലേക്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രഡിക്ഷൻ ഒന്നും തെറ്റിയിട്ടില്ല. നമ്മൾ ആരാണ് പ്രതി എന്ന് വിചാരിച്ചോ, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്, പ്രതിക്കിടയിലും അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ സംഭവിച്ചത്, നമ്മൾ എന്തൊക്കെയാണോ മനസ്സിലാക്കിയത് അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രഡിക്ഷനും അവിടെ അതുപോലെ തന്നെ സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കോമഡികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ മസിൽ പിടുത്ത സംഭവമൊന്നുമില്ല.
നമ്മുടെ വാപ്പച്ചിയുടെ ലെഗസി, അതുപോലെ തന്നെ നാസയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള പഴയകാല സിനിമകളിലെ ഡയലോഗ്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ആ ഒരു ഡയലോഗ്സിനൊക്കെ യൂസ് ചെയ്ത രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്ലാഷ് ബാക്ക്, നമ്മുടെ പൂജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്, സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പൊ ആ പൂജയുടെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒട്ടും കൺവേ ആവുന്നില്ല. പല സാഹചര്യങ്ങളും കൊടുക്കുന്ന സമയത്ത്, പല സിറ്റുവേഷൻസ് കാണിക്കുന്ന സമയത്തൊക്കെ നോക്കുമ്പം ഇതൊന്നും ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇത് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പലതും വളരെ നിസാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ ഇത്രയൊക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടായിരുന്നു എന്ന് തോന്നിയ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സിനിമ കണ്ടവർക്ക് കുറെ കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മമ്മൂക്കയുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒന്നുമില്ല. ഇദ്ദേഹത്തെ നമുക്കൊക്കെ വർഷങ്ങളായിട്ട് അറിയാം, ഇദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്ന് അറിയാം. മമ്മൂക്ക അടിപൊളിയാണെന്ന് അറിയാം. മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പ്രത്യേകം എനിക്ക് തോന്നിയത് ഗോകുൽ സുരേഷാണ്. ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടറിന് ഒരുപാട് പെർഫോം ചെയ്യാനൊന്നുമില്ല, പക്ഷേ ഉള്ള സംഭവങ്ങൾ ഗോകുൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ലെന, സിദ്ദിഖ്, വിജയ് ബാബു, വിനീത്, ഇങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ലെന കുറച്ച് നേരം ഉള്ളെങ്കിലും ലെന നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. വിനീത് കൊള്ളാം, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് സുഷ്മിത ഭട്ടിന്റെ നന്ദിത എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സുഷ്മിത ഭട്ടിനെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാന്. അവരുടെ ആ ഒരു അഭിനയം നല്ല രസമുള്ള ഒരു അഭിനയമാണ്. പിന്നെ അവരുടെ ഡാൻസിനെ കുറിച്ച് പ്രത്യേകം പറയണം, അത് ഭയങ്കര രസം കണ്ടിരിക്കാൻ. നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസിന്റെ ആ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന സംഭവം സ്ക്രീനിനകത്ത് കൃത്യമായിട്ട് സുഷ്മിത ഭട്ടിന്റെ ആ ഒരു പെർഫോമൻസിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഡാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പ്രത്യേകം പറയണം. മമ്മൂക്കയുടെ ഫൈറ്റ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള മമ്മൂക്കയുടെ ഫൈറ്റ് ആണ്. രണ്ട് സിറ്റുവേഷനിൽ ഫൈറ്റ് വരുന്നുണ്ട്, രണ്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൊറിയോഗ്രാഫി അവർ ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമാണ്, പക്ഷെ മമ്മൂക്കയുടെ ആ ഒരു ഏജ് ഒക്കെ വെച്ചിട്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ ഒരു ഹെൽത്ത് ഒക്കെ വെച്ചിട്ടായിരിക്കാം ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കോമഡി. ഒരു 5 പേര് വരുന്നുണ്ടെങ്കിൽ മമ്മൂക്ക ആദ്യത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഫൈറ്റ് നടക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പുറകിൽ കയ്യും കെട്ടി നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആൾ വരും. അതായത് ഓരോ ആളുകളും അവനവന്റെ ഊഴത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെ, ആദ്യത്തെ ആളുടെ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ആൾ വാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് മിസ് മാധുരി എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള വിജയ് വെങ്കടേഷ്, അവരുടെ പെർഫോമൻസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല രസമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടർ പക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത് നീരജ് രാജനാണ്. നീരജ് രാജൻ, സൂരജ് രാജൻ, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ, ഇവർ 3 പേരും ചേർന്നാണ് ഡയലോഗ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡയലോഗൊന്നും വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമ്മുടെ ലാജു ജോസിന്റെ ഒക്കെ നോവലുമായിട്ട് നല്ല സാമ്യം തോന്നുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല, വേറെ സിനിമ ആസിഫ് അലിയുടെ സിനിമയിലൊക്കെ ഇതേപോലെയുള്ള വിഷയം പ്രമേയമാക്കി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിശയോക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു വിഷയം ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു കഥാപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം. സംഗീതം ചെയ്തിട്ടുള്ളത് ദർഭുക ശിവയാണ്. വളരെ വളരെ സാന്ദ്രമായിട്ടുള്ള രീതിയിലാണ് സംഗീതമൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഡിക്റ്റേറ്റീവ് മൂവിയാണെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പൊളിച്ചടുക്കുന്ന രീതിയിലുള്ള സംഗീതമൊന്നുമല്ല. അതുപോലെ DOP വിഷ്ണുവർദേവ് ആണെങ്കിലും ആന്റണി എഡിറ്റർ ആണെങ്കിലും അവരുടെ വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യപരമായിട്ടാണെങ്കിൽ സിനിമ അവർ വൃത്തിക്ക് ആ സാധനം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴും ആ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സിനിമ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ തരക്കേടിലാണ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പ്രമേയപരമായിട്ടുള്ള ആ ഒരു നമുക്കൊരു അതിശയോക്തി നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയം എടുത്തു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടിരിക്കാൻ പറ്റിയ തരക്കേടില്ലാത്തൊരു സിനിമ തന്നെയാണ്.